ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പോടും അതുപോലെ തന്നെ ടേസ്റ്റോടും കൂടിയിട്ടുള്ള ഒരു ഈസിയായി ചെയ്തെടുക്കാവുന്ന സ്വീറ്റ് സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ സ്വീറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ സ്നാക്ക് ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പീനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുള്ള കാഷ്നട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പീനട്ട് എടുത്തതേ ഉള്ളൂ. ഇത് ഓൾറെഡി റോസ്റ്റഡ് പീനട്ട് ആയ കാരണം 2 മിനിറ്റ് നേരം ഈ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ മതിയാവേ. ഇപ്പോൾ ഇതാ ഇവിടെ 2 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യുടെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ പീനട്ട് മാറ്റി കൊടുത്ത ശേഷം ആ സെയിം പാനിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളുടെ തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഈർപ്പം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയും ഒരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഏത്തപ്പഴം ചേർക്കാം. ഇത് ഞാൻ ഒരു ഏത്തപ്പഴം കുഞ്ഞ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കാം. അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ തേങ്ങയൊന്നും കളറ് മാറി വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു പാകം മതിയാവും. ഈ സമയത്ത് ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ അടിവശം ചിലപ്പോൾ കരിച്ചൽ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഈ സ്നാക്സിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കൂ, ഈ ഇങ്ങനത്തെ വലിയ ബ്ലോക്സ് 2 എണ്ണം ഞാൻ എടുത്തിട്ട് അത് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ശർക്കരപ്പാനി ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് സ്നാക്സിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ അത് ഉരുക്കി വെച്ചതാണ് കേട്ടോ. അടുത്തതായി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ 1/2 കപ്പ് വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഈ വീറ്റ് ഫ്ലോറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മളപ്പോൾ ശർക്കര പാനിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കൂ, ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലേ. ഇങ്ങനെയല്ല, നമുക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പാടെ ഒഴിക്കരുത് വെള്ളം കേട്ടോ, കുറേശ്ശെ ഒഴിക്കണേ. അപ്പോൾ ഓരോ ഗോതമ്പ് മാവിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും. അത് കാരണം നമുക്ക് കറക്റ്റ് ഇത്ര വെള്ളം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഏകദേശം ഇതിങ്ങനെ ആക്കിയെടുക്കാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം ഇപ്പം ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇതും നമുക്ക് കുറച്ച് ആവശ്യം വരും. ഇപ്പോൾ ഇതാ ഇതിങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം, ഈ ഒരു കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു പാകത്തിലാണ് ഞാനിപ്പോൾ ഇത് ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും അതുപോലെ പഴം ഉണ്ടല്ലോ, ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് പീനട്ട്സ് വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് ചേർത്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഏലക്ക പൗഡറാണ്. അതുപോലെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ക്യുമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ അത് മിക്സാക്കി എടുത്തപ്പോൾ നമ്മളെ ബാറ്റർ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പോൾ ഞാനിവിടെ നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള വാഴയിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ ടൈപ്പ് വാഴയിലയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ, അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നേരെ മറിച്ച് വലിയ ഇല, നീളത്തിലുള്ള ഇലയാണെങ്കിൽ നിങ്ങൾക്കിത് സമൂസ ഷീറ്റൊക്കെ മടക്കില്ലേ, അതേപോലെ മടക്കിയെടുത്ത് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായ കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇത് കുമ്പിൾ പോലെ ഇങ്ങനെ ആക്കുക.
എന്നിട്ട് നമുക്കത് അതങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് നിൽക്കുവേ. അതല്ലെങ്കിൽ ഈർക്കിളി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അത് നിൽക്കും. അപ്പോൾ നമുക്കൊരു നല്ല പ്രത്യേക ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പിൾ പോലെ ആക്കിയിട്ടുള്ള ഇലയുടെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റീമറിൻ്റെ അകത്തൊരു നിറയെ ഹോൾസ് ഉള്ള ഒരു പാത്രം ഉണ്ടാവില്ലേ, ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ എന്തിലാണോ സ്റ്റീം ചെയ്യാൻ എടുക്കുന്നത് അതിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിലേക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനപ്പോൾ അത് ആ സ്റ്റീമറിലേക്ക് വെച്ച് 10 മിനിറ്റ് നേരം വേവിച്ചെടുത്തണം. 10 മിനിറ്റ് തന്നെ എടുക്കുള്ളൂ കേട്ടോ, അപ്പോഴേക്കും തന്നെ വെന്ത് കിട്ടുവേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീമറിൽ നിന്ന് മാറ്റി ഒന്ന് ചൂടാറിയിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇല അതുമെന്ന് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നോക്കൂ, നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പോട് കൂടി, ഒരു കോണിക്കൽ ഷേപ്പോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അല്ലേ. അപ്പോൾ ഇങ്ങനൊരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.